ഇനിയും ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ ആ ഒരു ചെറിയ സിനിമയെ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ കുറേ കഥകളും ഉപകഥകളും ഒക്കെയുള്ള തിരക്കഥ, കുറച്ച് വലിയ തിരക്കഥയാണ്. പക്ഷേ അതിന് അവർക്കുള്ള ബഡ്ജറ്റിൽ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അതിലൊരു ഹീറോ ഒരു പുതിയ നടനാണ്, സനീഷ് അങ്ങനെ എന്തോ ഒരു പേര്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നല്ലൊരു ഭാവിയുള്ള നടനാണ്. പിന്നെ അല്ലാതെ നമ്മുടെ ദേവൻ, ശിവജി ഗുരുവായൂർ, പിന്നെ നമ്മുടെ സീരിയലിൽ കാണുന്ന പല നടിമാർ ഒക്കെ ഉണ്ട്. അവരെല്ലാം അവരുടെ വേഷമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ പുതിയ ഒരു കഥാകാരൻ തിരക്കഥാകൃത്ത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു കുഞ്ഞു സിനിമ, പക്ഷേ ഒരുപാട് ചവർ സിനിമകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സിനിമകൾ എല്ലാ വെള്ളിയാഴ്ചയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സിനിമയാണെന്ന് പറയേണ്ടത്. പിന്നെ നല്ല പാട്ടുണ്ട് കേട്ടോ. നല്ല പാടിയ ആൾ എനിക്ക് പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല 1-2 പാട്ടുണ്ട്. നല്ല ഇമ്പമാർന്നുള്ള 2-3 പാട്ടുണ്ട്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പാടിയ ആളുകളും നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ബോറിംഗ് ഒന്നും തോന്നില്ല. സിനിമ പ്രത്യേകിച്ച് 2-2.5 മണിക്കൂർ ഉള്ള സിനിമയാണ്. അതിൽ എല്ലാവരും, പിന്നെ സുധീർ എന്ന് പറഞ്ഞ നടൻ, പിന്നെ അഷ്കർ സൗദാൻ ഗസ്റ്റ് റോളിലാണ്, മമ്മൂട്ടിയുടെ അനന്തരവൻ. പുള്ളി ഒരു അതിഥി വേഷം. പിന്നെ രാഹുൽ മാധവ് ഉണ്ട്, അതും ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ബാക്കി നായകൻ എന്ന് പറഞ്ഞാൽ സനീഷ് എന്ന് പറഞ്ഞൊരു പയ്യനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം കൂടെ ഉള്ള താരങ്ങളെല്ലാം ഒരു 2.5 മണിക്കൂർ മുഷമൊന്നുമില്ലാതെ കാണുന്ന ഒരു കുഞ്ഞു സിനിമ, പക്ഷേ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ എല്ലാവരുടെ അതിൻ്റെയൊക്കെതായ ചെറിയ ചെറിയ പാളിച്ചുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നല്ലൊരു മൂവിയാണ്. പടം ഒരു ഫാമിലി സബ്ജക്റ്റാണ്. പഴയ കാലത്തെ പിന്നെ നാലുകെട്ടും തറവാടും ക്ഷേത്രവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല സബ്ജക്റ്റാണ്. ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു വലിയ താരബാഹുല്യം ഇല്ല എങ്കിലും ഉള്ള താരങ്ങളെ വെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ഇനിയും കൊള്ളാം, നന്നായിരിക്കും. പടം പിന്നെ നമ്മുടെ സാധാരണ ഒരു സിനിമ കാണുന്നില്ലേ, പഴയ കുറച്ച് അഭിനയിക്കാൻ അറിയാമെന്നുള്ളവരെ, അഭിനയിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് കുറച്ച് അറിയാമെന്നുള്ളവരെ കൂടെ വിളിച്ച് നിർത്തി എടുത്തൊരു സിനിമ. ആ ഒരു രീതിയിലാണ് പടം. ഫ്ലോപ്പാണ്. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി ഒരു വിജയ ചിത്രമാണ് കണ്ടത്. നല്ല ചിത്രമായിരുന്നു. എന്തായാലും ഈ ചിത്രം നല്ല വിജയിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈമിൽ വന്നപ്പോൾ കുറവായിട്ട് തോന്നിയെങ്കിലും സിനിമ ഒരു കുടുംബ ചിത്രമാണ്. പഴയ എഴുത്തച്ഛൻ അങ്ങനെയുള്ള ഈ നമ്പൂതിരി കുടുംബത്തിലുള്ള ഒരു പഴയ ആ ഒരു കഥയാണ്. പിന്നെ നമ്മുടെ ആശ അമ്മയായിട്ട് അഭിനയിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കബീർ പൊന്നമ്മ അങ്ങനെയുള്ള നടിമാർ അഭിനയിക്കും പോലത്തെ നല്ലൊരു ഫീലാണ്. ദേവനും ആശയും തമ്മിലുള്ള പേര് നല്ല അഭിനയമായിരുന്നു. പിന്നെ കുടുംബ ചിത്രമാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതിൻ്റെ ഡയറക്ടർ ജീവ വളരെ അതിമനോഹരമായിട്ട് തന്നെ ഈ ചിത്രം വളരെ ചാലിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഫിലിമായിരുന്നു. ഭയങ്കര സൈലൻ്റായിട്ടും എന്നാൽ വളരെ ഹാപ്പിനെസ് തോന്നി. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു താരാട്ടുപാട്ടോട് കൂടിയ ഒരു അമ്മയുടെ ആ ഒരു ഫീലിംഗ്, മക്കളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, പിന്നെ ഭയങ്കര ഡിവോഷണലായിട്ട് ഫീൽ ചെയ്തു. പഴയ നാലുകെട്ടും തറവാടും പഴയ കാലഘട്ടത്തിലേക്കൊന്ന് പോകാൻ പറ്റി. ഇപ്പോഴത്തെ കുറേ മോഡേൺ ട്രെൻഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആശാ നായർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ദേവൻ സാറിൻ്റെ കൂടെ ആയതുകൊണ്ട് അത് വളരെ നന്നായിട്ട് ഹിറ്റാവും. ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ ഒരു ക്യാരക്ടറായി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എൻ്റെ പേര് സുമിത്ര എന്നാണ്. ദേവേട്ടൻ്റെ വൈഫായിട്ടും അഷ്കറിൻ്റെ അമ്മയായിട്ടാണ്. ഒരു വളരെ നാളത്തേക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പം എല്ലാ പ്രേക്ഷകരും ഞങ്ങളുടെ സിനിമ കാണണം, വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമ്മാനമായിരിക്കും ഈ എന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക് ശേഷം വരുന്ന ഒരു ഫാമിലി സബ്ജക്റ്റ്. പണ്ടത്തെ ആ ഒരു ഫാമിലി സബ്ജക്റ്റ്, കോവിലകം, ഹിന്ദു ആചാരങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ചിത്രമായിരുന്നു. നല്ലതായിരുന്നു. നല്ല പുരാതന നമ്മുടെ പഴയ കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട്. കൂടാതെ മനസ്സിൽ ടച്ച് ചെയ്യണ ചില സീനുകളുണ്ട്, സന്തോഷിക്കാനുള്ളതുമുണ്ട്. നല്ല സൂപ്പർ പാട്ടാണ്. പിന്നെ അഭിനയവും ആശയുടെ അഭിനയം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.